ക്രിസ്മസ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കാണെങ്കിലും ശരി, വളരെ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഉള്ള ഒരു സമയമാണല്ലേ? അപ്പം ഞങ്ങള് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നുന്ന് വെച്ചാല് കാർഡ് വാങ്ങിക്കും. ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ കാർഡ് അയക്കും. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് ചെറിയ പുൽക്കൂടുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണും. സ്റ്റാർ തൂക്കും. പിന്നെ കാരൽസ് വരും. അങ്ങനെ വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള കേക്ക് വാങ്ങിക്കും. നല്ലൊരു മെമ്മറീസ് ഉള്ള സമയമായിരുന്നു അന്ന്. യുകെയിലെ ക്രിസ്മസ് വൈബ് വളരെ ഫേമസ് ആണല്ലോ. അപ്പം അതൊന്ന് ആസ്വദിക്കണമെന്ന് നമ്മൾ കുറേ കാലമായിട്ട് വിചാരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളൊരു ക്രിസ്മസ് ടൈമിൽ യുകെയിൽ വന്നത്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ളൊരു ചെറിയ ക്രിസ്മസ് മാർക്കറ്റാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലണ്ടനിലെ ഒന്ന് രണ്ട് മാർക്കറ്റിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. പക്ഷേ ഭയങ്കര റഷ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ഒന്നും അത്ര കാണാൻ പറ്റിയില്ല. നവംബർ അവസാനം ആകുമ്പോൾ തന്നെ ഇവിടെ ഡെക്കറേഷൻസും ലൈറ്റ്സും സ്ട്രീറ്റ്സ് ഒക്കെ വളരെ ഇലുമിനേറ്റഡ് ആയിരിക്കും. ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അന്ന് മുതലേ ഒരു ഫെസ്റ്റീവ് മൂഡിലായിരിക്കും സിറ്റി മുഴുവൻ. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും സൺ സെറ്റ് ചെയ്യും. മാത്രമല്ല വെയിൽ വളരെ കുറവാണ്. പക്ഷെ എന്നാലും എല്ലാ സമയത്തും ലൈറ്റും ഒക്കെ ഇട്ടിട്ട് ഇവരുടെ ഈ മാർക്കറ്റ്സ് കാണുമ്പം നമുക്ക് അതിശയം തോന്നും. ഇങ്ങനെ ഒരു ഡിപ്രസിങ് തണുപ്പുള്ള കാലാവസ്ഥയിലും ആൾക്കാരെല്ലാവരും വെളിയിൽ വന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് നല്ല രസമായിട്ടാണ് അവർ എൻജോയ് ചെയ്യുന്നത് ആ ക്രിസ്മസ് ടൈം. ക്രിസ്മസ് ടൈമിൽ അവർക്ക് റോസ്റ്റഡ് ടർക്കി, മൾഡ് വൈന്, പിന്നെ പിഗിൻ്റെ എന്തൊക്കെയോ സംഗതികൾ, അങ്ങനത്തെയൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സംഗതികളൊക്കെ ഇവിടെ ധാരാളം കിട്ടും. പിന്നെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ്, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെയൊക്കെയാണ്. ഈ മാർക്കറ്റ് വളരെ വലുതൊന്നും അല്ല, ചെറുതാണ്. പക്ഷേ അവർക്ക് ആ ഭക്ഷണം കഴിക്കാനും ആ എൻ്റർടൈൻമെൻറ്റിനുള്ള സംഗതികളും ധാരാളം ഇവിടെയുണ്ട്. പിന്നെ ആ തണുത്ത കാലാവസ്ഥയും ഇലുമിനേഷനും മ്യൂസിക്കും ഒക്കെ കൂടി അതിനെ ഒരു വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് തരും. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ്, ചുർറോസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ആ ബെഞ്ചിലിരുന്ന് അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു. വളരെ രസമാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ വളരെ പതുക്കെ എല്ലാം എൻജോയ് ചെയ്ത് ഇതൊക്കെ കുടിക്കാനൊക്കെ. നല്ല തണുപ്പത്ത് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ നല്ല രസമാണ്. നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ്. ആ ബെഞ്ചിലിരിക്കാൻ തന്നെ പറ്റാത്തത്രയും തണുപ്പാണ് ബെഞ്ചൊക്കെ. എന്നാലും നമുക്ക് അവിടെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാൻ തോന്നും. നമുക്ക് അവിടുന്ന് പോകാൻ തോന്നില്ല. അത്രയും നല്ലൊരു വൈബായിരുന്നു. ഇതൊക്കെ ഒരു ടെമ്പററി സെറ്റപ്പാണ്. സിറ്റി സെന്ററിലൊക്കെ ആണല്ലോ, സിറ്റിയുടെ നടുക്കാണെല്ലാം. അപ്പോൾ അതൊക്കെ ഒരു മാസത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊക്കെ അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അതൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാർക്കറ്റൊക്കെ കണ്ട് ഞങ്ങൾ നടന്നപ്പം അവിടെ മാഞ്ചസ്റ്റർ കത്തീഡ്രൽ കണ്ടു. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി. അത് 600 കൊല്ലം പഴയ ഒരു ചേർച്ചാണ്. ഇത് മാഞ്ചസ്റ്ററിലെ വളരെ ഹിസ്റ്റോറിക് ആൻഡ് ഓൾഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ്. അപ്പം ഇത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ 1421 എന്തോ ആണ് ഉണ്ടാക്കിയത്. പക്ഷേ ആ സമയത്ത് ഇതൊരു പാരിഷ് ചേർച്ചായിരുന്നു. പിന്നെയാണ് അത് ഇപ്പോൾ ഒരു കത്തീഡ്രൽ ആയത്. ഈ ചേർച്ചിലും ഗോത്തിക് സ്റ്റൈൽ ആർക്കിടെക്ചറാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള നല്ല ആർച്ചുകളും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാസേജുകളും ഒക്കെ ആയിട്ട് വളരെ നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് ആണ്. ഇവിടുത്തെ എനിക്ക് തോന്നിയ പ്രത്യേകത ഗ്ലാസിന് മുഴുവൻ നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സും ഹൈ സീലിംഗ്, പിന്നെ അതുപോലെ നല്ല ഇൻട്രിക്കേറ്റ് വർക്കുള്ള കാർവിങ്സ് ഒക്കെയാണ് അവിടെ. വുഡൻ കാർവിങ്സ് ഒക്കെ കണ്ടു. പിന്നെ ഇതിനകത്ത് കയറിയിട്ട് വേണം മെയിൻ ആയിട്ടുള്ള ആ പ്രെയർ ഹാൾ. ഇതിൻ്റെ ഉള്ളിലാണ് ഡെയിലി പ്രെയറുണ്ട്, മാസ്, പിന്നെ സൺഡേ സ്പെഷ്യൽ പ്രെയർ അങ്ങനെയൊക്കെ നടത്തുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി കുറച്ച് നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. വളരെ കാമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള, സിറ്റിയുടെ അകത്താണെങ്കിലും വളരെ നല്ല ഒരു ആംബിയൻസ് ആണ്. ഇവിടെ ഞങ്ങൾ കത്തീഡ്രൽ ഗാർഡൻസിലേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു കണ്ടു.
വളരെ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ. അപ്പോൾ അവിടെ അത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആ സ്റ്റാച്യു സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ UK ഫ്രണ്ട്ഷിപ്പ് ഒന്ന്, പിന്നെ പീസ് ആൻഡ് നോൺ വയലൻസ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.